അതെ, വാടക റെഡി ആയിട്ടുണ്ടാ? ഞാൻ വാടക മേടിക്കാൻ വേണ്ടി വന്നാണ്. ഇക്ക വാടക ഒരാഴ്ചയും കൊണ്ട് കഴിഞ്ഞിട്ട് തന്നാൽ മതിയാ? ഒരാഴ്ചയെ 3 മാസത്തെ വാടക നിങ്ങൾ ഇങ്ങനെ തരാനുണ്ട്. എന്നിട്ടിപ്പോൾ ഇനി ഒരാഴ്ചയെ എന്ത് വർത്താനം ഇത് പറഞ്ഞാൽ? ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം, എനിക്ക് എൻ്റെ 3 മാസത്തെ വാടക കൊണ്ട് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്താ. എനിക്കിത് പൊളിച്ച് കളഞ്ഞിട്ട് വർഷാപ്പ് പണിയാനുള്ളതാണ്. ഭർത്താവില്ലാത്തതും 2 പിള്ളേരുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഇച്ചിരി കരുണ കാണിച്ചത് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്നിട്ടിപ്പോൾ എന്നെ മുതലാക്കാൻ നിൽക്കാനാ? ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്താ, അല്ലെങ്കിൽ എൻ്റെ വാടകതാ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ശമ്പളം കിട്ടിയ കാശ് ഒന്നിനും തികഞ്ഞില്ല. അതാണ് ഞാൻ എത്രയും പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒപ്പിച്ച് ഇക്കടെ കാശ് തന്നേക്കാം. നിങ്ങളൊരു സ്ത്രീ ആയതിൻ്റെ പേരിലാണ് ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചത്. അല്ലെങ്കിൽ വേറെ ആയില്ലാണെങ്കിൽ എനിക്കറിയാം ഈ വീടൊക്കെ പൂട്ടി ഈ ഗേറ്റൊക്കെ പൂട്ടി എനിക്ക് പുറത്താക്കാനായിട്ട്. ഒരാഴ്ച സമയം തരും, എൻ്റെ കാശ് എത്തിച്ചേക്കണം. മക്കളെ ഇടാ, അവിടെ നീ നിങ്ങളുടെ ഉമ്മ വീട്ടിലില്ലേ? വാടക കാശ് തരാന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പം 2 ആഴ്ച കഴിഞ്ഞല്ല. വീട്ടില് ഉമ്മയുണ്ടേക്കാ, പൈസന്റെ കേസ് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. പൈസ മേടിക്കാനായിട്ടേ ഞാൻ വീട്ടിലേക്ക് വന്നെന്ന് ഉമ്മടുത്ത് പറഞ്ഞേക്ക്. ഒക്കോ, ഇവിടെ ആരുമില്ലേ? ഹലോ ഹലോ, ആളില്ലേ? ആ ഇക്ക 3 മാസത്തെ വാടക കാശ് ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. വാടക കാശ് ഞാൻ മേടിച്ചോളാം. അതെ, നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഈ വീടൊന്ന് ഒഴിഞ്ഞു തന്നെ. ഞാൻ അതിന് വേണ്ടിയിട്ട് വന്നാൽ ഇനി എനിക്ക് നിൽക്കാൻ പറ്റുമൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ വേറെ വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇക്ക ഇവിടെ വാടക എത്ര കാശായിരിക്കും? വാടകയുടെ കേസൊക്കെ ഞാൻ പറയാം. നമ്മളെ ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് ആ കിരാശ്ശേരി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് നേരെ നിന്നാൽ മതി കേട്ടോ. ഇത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വർഷാപ്പ് പൊളിയാനായിട്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വാടക നിങ്ങൾ അവിടേക്ക് അവിടെ തന്നാൽ മതി. ശരി, നാളെ 10 മണിക്ക് കേട്ടോ, ഞാൻ അവിടെ ഉണ്ടാവും. നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറാണോ മീ? ആ 10 മണിക്ക് ഈ വീട്ടിൽ നിന്ന് നമ്മൾ മാറണം. ഇവിടെ വരാനുള്ള പറഞ്ഞത്.